ലൈക്കക്കാരും ആശീർവാദം നമ്മുടെ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഈ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാർച്ച് 27 എന്നുള്ളത് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കും. അത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല, അതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, തിയേറ്ററുകൾ, അങ്ങനെ കുറേ ആൾക്കാർ ഒരു സമരത്തിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിരുന്നു. ആ സമരത്തിൻ്റെ പേരിൽ ലൈക്ക കൊടുക്കാനുള്ള, വിതരണക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാതെ ഈ സിനിമ റിലീസ് ചെയ്യില്ല എന്നൊരു സാങ്കേതിക തടസ്സം പറയുമ്പോൾ തന്നെ അത് വെറും ഒരു സാങ്കേതിക തടസ്സമല്ല. ആ കാശ് ഇപ്പോൾ ചോദിച്ചാലേ കിട്ടുകയുള്ളൂ, പിന്നീട് കിട്ടുകയില്ല. അത് സിനിമയുടെ ഒരു കണക്ക് തന്നെയാണത്. അപ്പം അതിൻ്റെ പേരിൽ പണം അടച്ചില്ലെങ്കിൽ നീണ്ടുപോകുമ്പോൾ ഒരു വേറൊരു പ്രശ്നം വരും. ഇത് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടും സുരേഷ് കുമാറിനോടും ഉള്ള കളിച്ച കളിയാണ്, ആ കളിക്കുള്ള ബദലാണെന്നുള്ള പ്രചരണം വരും. എന്നാൽ അങ്ങനെയാണോ? അല്ല. സുരേഷ് കുമാർ ഇതിൻ്റെ പേരിലോ സംഘടനയോ വേറൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരു കാര്യം സത്യം തന്നെയാണ്, പണം കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ പണം കിട്ടിയിട്ടാണ് ഇത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഈ കിട്ടേണ്ടവർക്ക് കിട്ടും. അതല്ല, ഇനി ലൈക്ക് മാറിയാലെങ്കിൽ വേറെ പുതിയ ആൾക്കാർ വന്നാലും അവർക്ക് ഈ പൈസ കൊടുക്കേണ്ടി വരും എന്നതാണ്.